ഓക്കെ. സോ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് നമ്മുടെ ബ്രൗസർ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഓരോ സൈറ്റിൽ കയറി സെർച്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ ഓരോ സൈറ്റിലത്തെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ ആ ഒരു സൈറ്റിലത്തെ ഡാറ്റ എല്ലാം റീഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഓട്ടോമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ടൂളാണ് സെലീനിയം. സോ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഡെമോ നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തിട്ട് പൈത്തണിൽ എഴുതിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ റൺ ചെയ്യാണ്. സോ ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഒരു ബ്രൗസർ ഓപ്പണായി. ഇതിൽ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വിക്കിപീഡിയ പേജ് വന്നു. ഇപ്പോൾ കണ്ടോ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സെർച്ചും കൂടി അവിടെ വന്നു. ഒപ്പം തന്നെ ആ ഒരു സെർച്ച് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവുകയും ചെയ്തു. ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുള്ളത് സെലീനിയത്തിലാണ്. സോ സെലീനിയം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഓട്ടോമേഷൻ. അതായത് ബ്രൗസർ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് സെലീനിയം. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെലീനിയം എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ എങ്ങനെയാണ് ഒരു സൈറ്റിൽ സെർച്ച് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഉള്ള റീഡിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സെലീനിയം വെച്ചിട്ട് എങ്ങനെയാണ് ബ്രൗസേഴ്സ് ഓട്ടോമേറ്റ് ചെയ്യുക. അതായത് ഓട്ടോമാറ്റിക്കലി ലിങ്ക് എല്ലാം സെർച്ച് ചെയ്ത് അതിൽ ഉള്ള ടെക്സ്റ്റോ അല്ലെങ്കിൽ ലിങ്കോ ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ആവുന്നു. ഒപ്പം തന്നെ സെർച്ച് ഫീൽഡിൽ എങ്ങനെയാണ് ഒരു ഇൻപുട്ട് ഓട്ടോമാറ്റിക്കലി ടൈപ്പായി സെർച്ചും ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സെലീനിയം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ടെർമിനലിൽ പോവുക. ഒരു പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡാണ് pip സ്പേസ് ഇൻസ്റ്റാൾ സെലീനിയം. ഇത് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡിങ് ആയിരിക്കും വരിക. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് ആണ് എനിക്കിവിടെ റിക്വയർമെൻറ്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞിട്ട് വരാൻ കാരണം. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നമുക്ക് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് മെസ്സേജ് വരിക. സോ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ ഓട്ടോമേഷൻ .py എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം 3 കാര്യങ്ങൾ നമ്മളിതിൽ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സെലീനിയം പാക്കേജ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ വെബ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഇമ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഇമ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ കീസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ വെബ് ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗസർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ സെർച്ചിൻ്റെ ഫീൽഡ് ഉണ്ടാവാം, ടെക്സ്റ്റ് ഉണ്ടാവാം, ലിങ്ക് ഉണ്ടാവാം, ഇമേജ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അതേപോലെ തന്നെ കീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ കീബോർഡിൽ എന്തെങ്കിലും കീ പ്രസ് ചെയ്യണം, അതേപോലെ തന്നെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വരണം. ഇപ്പോൾ നേരത്തെ നമ്മൾ പ്രോഗ്രാം കണ്ടപ്പോൾ സെർച്ചിൽ ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ആവുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡാണ് കീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു 3 മെത്തേഡ്സ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വിക്കിപീഡിയയുടെ ഡെമോയിൽ കണ്ട പോലെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ബ്രൗസർ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമുക്ക് വിക്കിപീഡിയ എന്ന് സെർച്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് വിക്കിപീഡിയയിലത്തെ സെർച്ച് ബാർ സെലക്ട് ആയിട്ട് അതിൽ ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ആവണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലത്തെ എൻ്റർ കീ പ്രസ് ആവണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ബ്രൗസർ ഓപ്പൺ ആവണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കി. ഇതിൽ ഞാൻ വെബ് ഡ്രൈവർ .chrome എന്ന് കൊടുത്തു. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
നേരത്തെ നമ്മൾ പറഞ്ഞു വെബ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ബ്രൗസർ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ബ്രൗസർ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്രൗസർ ഓപ്പൺ ചെയ്യുക, സെർച്ച് ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഒരു വെബ് ഡ്രൈവറിൻ്റെ മെത്തേഡാണ്. ഇപ്പോൾ ഇതിൽ ക്രോം എന്ന് കൊടുത്തിട്ടുണ്ട്. ക്രോം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രൗസറാണ്, ഗൂഗിൾ ക്രോം. ഇവിടെ നമുക്ക് എഡ്ജ് ബ്രൗസറാണ് ഓപ്പൺ ആവേണ്ടത് എങ്കിൽ ജസ്റ്റ് ഈ ക്രോം മാറ്റിയിട്ട് എഡ്ജ് എന്ന് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു എഡ്ജ് ബ്രൗസർ ഉണ്ടല്ലോ, ഇതായിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വെബ് ഡ്രൈവർ മെത്തേഡ് വെച്ചിട്ട് നമുക്കൊരു പേജ് ഗെറ്റ് ചെയ്യണം. നമ്മൾ ഗെറ്റ് ചെയ്യാൻ പോകുന്ന പേജാണ് വിക്കിപീഡിയ. സോ നമുക്ക് ഡ്രൈവർ ആണല്ലോ നമ്മുടെ മെത്തേഡ് വരുന്നത്. ഡ്രൈവറിൽ നമുക്ക് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഈ ഒരു ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജ് നമ്മുടെ വെബ് ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൽ നമുക്ക് നമ്മുടെ വിക്കിപീഡിയയുടെ ലിങ്ക് കൊടുക്കാം. വിക്കിപീഡിയയുടെ ലിങ്ക് വരുന്നത് https://www.wikipedia.org/ ആണ് നമുക്ക് ലിങ്ക് വരുന്നത്. സോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഞാനൊന്ന് റൺ ചെയ്യാണ്. സോ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇതിൽ ജസ്റ്റ് പൈത്തൺ സ്പേസ് automation.py എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ബ്രൗസർ ഓപ്പൺ ആയി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ആവുകയും ചെയ്തു. പക്ഷേ വിക്കിപീഡിയ അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ടുമുണ്ട്. സോ ഇത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിവിടെ ഒരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ടാക്കാം. ഇവിടെ ജസ്റ്റ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടെർമിനലിൽ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ബ്രൗസർ ക്ലോസ് ആവുള്ളൂ. സോ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്നും കൂടി ഒന്ന് റൺ ചെയ്യാം. ഇതിപ്പോൾ റൺ ചെയ്യുമ്പോൾ എനിക്ക് കണ്ടോ എഡ്ജ് ഓപ്പൺ ആയി. ഒപ്പം തന്നെ അതിൽ വിക്കിപീഡിയ എന്നവിടെ ടൈപ്പ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വിക്കിപീഡിയ മാറ്റിയിട്ട് ഗൂഗിൾ ആക്കുകയാണെന്ന് വിചാരിക്കാം. സോ ഞാനിവിടെ ഗൂഗിൾ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഓർഗിന് പകരം .com കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ജസ്റ്റ് എൻ്റർ കൊടുത്തു ടെർമിനലിൽ, അല്ലെങ്കിൽ ജസ്റ്റ് Ctrl+C കൊടുത്താലും മതി. ഇനി ഞാൻ വീണ്ടും ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ റൺ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് വരുന്നത് എഡ്ജ് ഓപ്പൺ ആയി. അതിൽ കണ്ടോ ഗൂഗിളിൻ്റെ സൈറ്റാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ ബ്രൗസറിൽ ഒരു ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ ആ സൈറ്റിലത്തെ എലമെൻറ്റ്സ് എല്ലാം ആക്സസ് ചെയ്ത് അതിൽ ക്ലിക്കോ അല്ലെങ്കിൽ ഒപ്പം തന്നെ ടൈപ്പിങ്ങോ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ള കാര്യം. സോ നമുക്ക് ഒരു ലിങ്കിലത്തെ എലമെൻറ്റ്സ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഞാൻ ഇവിടെ എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വിക്കിപീഡിയയുടെ സൈറ്റിലേക്ക് ഞാനൊന്ന് പോവാണ്. സോ ഇതിൽ www.wikipedia.org പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമുക്കിപ്പോൾ ഈ ഒരു സെർച്ചിൻ്റെ ഇൻപുട്ടാണ് ആക്സസ് ചെയ്യേണ്ടത് എങ്കിൽ ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക സെർച്ചിൽ. എന്നിട്ട് കണ്ടോ നമുക്കിതിൽ ഇൻസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഇൻസ്പെക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബ് ഉണ്ട്. ഇതിൽ നമുക്കൊരു ഇൻപുട്ട് കണ്ടോ ഞാൻ ഇവിടെ ഒരു മൗസ് വയ്ക്കുമ്പോൾ ആ ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ ഇവിടുത്തെ, അത് ഹൈലൈറ്റ് ആവുന്നുണ്ട്. സോ ഇതാണ് ആ ഒരു ഇൻപുട്ടിൻ്റെ കോഡ് വരുന്നത്. സോ നമുക്കിതൊന്ന് ഗെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ID ആണ്. ഈ ഒരു ID വെച്ചിട്ടാണ് നമ്മൾ സെലീനിയം വെച്ചിട്ട് ഈ ഒരു ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ID ആണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെർച്ച് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ ഉണ്ടാക്കാം. സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു ഡ്രൈവർ ഡോട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാണ് വേണ്ടത്. .find_element എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു ഈ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ എലമെൻറ്റ്സ് ഗെറ്റ് ചെയ്യാനാണ്. സോ നമുക്കിവിടെ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി നമ്മളിവിടെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്? ID വെച്ചിട്ടല്ലേ. സോ ഇവിടെ by.id എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ID യുടെ പേരെന്തായിരുന്നു? ഇവിടെ സെർച്ച് ഇൻപുട്ട് എന്നായിരുന്നില്ലേ.
സോ കോമ ഇട്ടിട്ട് ഇവിടെ സെർച്ച് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെർച്ചിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു കസ്റ്റമായിട്ട് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി ടൈപ്പായിട്ട് വരണം. സോ ഇതിൽ നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞ വേരിയബിളിലാണല്ലോ ആ ഒരു എലമെൻറ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡോട്ട് സെൻഡ് കീസ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഇതിലാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആ ഒരു ടേം നമ്മൾ കൊടുക്കേണ്ടത്. സോ ഞാനിതിൽ ഇപ്പോൾ ഒരു ഓട്ടോമേഷൻ വിത്ത് സെലീനിയം എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഗൂഗിളാണ് നമ്മുടെ URL വരുന്നത്. നമുക്കത് മാറ്റിയിട്ട് വിക്കിപീഡിയ ആക്കണം. സോ ഇനി ഞാൻ എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പൈത്തൺ സ്പേസ് automation.py എന്ന് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആവും. അതിൽ കണ്ടോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആ ഒരു ടെക്സ്റ്റ് നമുക്ക് വന്നു. സോ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാ ഒരു ബ്രൗസറിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ലെങ്കിൽ ഈ ഒരു സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്യാറ്. സോ നമുക്ക് ആ ഒരു എൻ്റർ കീ എങ്ങനെയാണ് സെലീനിയം വെച്ചിട്ട് പ്രസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് സെർച്ച്. നമ്മുടെ എലമെൻറ്റ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളല്ലേ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ സെർച്ച് ഡോട്ട് സെൻഡ് കീസ് തന്നെയാണ് മെത്തേഡ് വരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഇമ്പോർട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കീസ് എന്ന് പറഞ്ഞിട്ട്. കീസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിലത്തെ കീസ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫങ്ഷനാണ് കീസ് എന്ന് പറയുന്നത്. സോ ഇതിൽ കൊടുക്കേണ്ടത് കീസ് ഡോട്ട്, നമുക്ക് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ എന്ന് പറഞ്ഞിട്ടായാലും കൊടുക്കാം. എൻ്റർ കീനെ പറയുന്ന വേറൊരു പേരാണ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ ഞാൻ എൻ്റർ എന്നാണ് കൊടുക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബ്രൗസർ നേരത്തെ പോലെ തന്നെ ഓപ്പൺ ആവും. സെർച്ച് ടേം അവിടെ വന്നു, ഒപ്പം കണ്ടോ എൻ്റർ കീയും അവിടെ പ്രസ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ സെലീനിയം വെച്ചിട്ടൊരു ബ്രൗസർ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. സോ നമ്മളിതിൽ ചെയ്തത് ഞാൻ ഒന്നുകൂടിയും പറയാം. നമ്മൾ 3 കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തു. ഇതിൽ വെബ് ഡ്രൈവർ എന്ന് പറയുന്നത് ബ്രൗസർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ബ്രൗസർ ഓപ്പൺ ചെയ്യാനും അതിൽ സെർച്ച് ടേം എൻ്റർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റിലത്തെ എലമെൻറ്റ്സ് ഒക്കെ ആക്സസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വെബ് ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്തതാണ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് നമ്മുടെ സൈറ്റിൽ നിന്ന് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഇൻപുട്ട് ID വെച്ചെടുത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബൈ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡത്തെ കീസ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ പിന്നെ ചെയ്തത് നമ്മുടെ ഏത് ബ്രൗസറാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തു. അതേപോലെ തന്നെ ഏത് ലിങ്കാണ് ഗെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ ഒരു എലമെൻറ്റ് എടുത്തു. നമ്മളെടുത്തത് സെർച്ച് ഇൻപുട്ടാണ്. നമ്മൾ ID വെച്ചിട്ടാണ് ഇൻപുട്ട് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യേണ്ട ടേം നമ്മളവിടെ കൊടുത്തു. സോ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ടൈപ്പ് ആവും. ഇനി നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർ കീ അവിടെ പ്രസ് ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ്. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബ്രൗസർ ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്താണ് സെലീനിയം, ഒപ്പം തന്നെ സെലീനിയം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസർ ഓട്ടോമേഷൻ ടൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബ്രൗസർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നോക്കി. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.